സാമൂഹ്യ ദോഷങ്ങളിൽ നിന്നുള്ള വിമുക്തതയ്ക്കായി മാരാമൺ കൺവെൻഷൻ തീരുമാനിച്ചു. ഒന്നാമത്തെ വലിയ സാമൂഹ്യ തിന്മ, നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ യോഗത്തിലൊക്കെ വരുമ്പോൾ സാക്ഷി പറയുമ്പോൾ അങ്ങനെ പറയുകയും കൈപോക്കുകയും ചെയ്യാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് കപടഭക്തി ഒരെണ്ണം കൂടെ മാരാമണ്ണം കൊണ്ട് നമുക്ക് കിട്ടും. കള്ളുകൂടി നമ്മുടെ വീട്ടിൽ വെച്ച് മാത്രം കിട്ടി, കപടഭക്തി മാരാമണ്ണം ബുധനാഴ്ച ഉച്ചയ്ക്ക് കിട്ടും. പൗലോസ് അപ്പോസ്തലൻ മാരാമൺ കൺവെൻഷൻ ആളുകൾക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അരിഷ്ട മനുഷ്യൻ, നല്ല കാര്യങ്ങൾ ഇച്ഛിക്കുന്നു, ചീത്ത കാര്യങ്ങൾ ചെയ്യും. നിങ്ങളെ ഒരു നാർക്കോട്ടിക് ടെസ്റ്റിന് വിധേയരാക്കിയാൽ ആദ്യം പറയുന്ന കാര്യം. എന്നാൽ അപ്പോസ്തലൻ അതിനൊരു മറുപടി പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. ഇന്ന് കാണുന്ന ഈ ദോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ ആര് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് കണ്ണാടി നോക്കുമ്പോൾ ആ ആളിനെ നിങ്ങൾക്ക് കാണാം. നാം യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നീങ്ങാതെ ഒരു ദോഷവും നീങ്ങാൻ പോകുന്നില്ല, പേടിക്കണ്ട. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം പോയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഉയർത്തെഴുന്നേൽപ്പിലും കൂടെ സകലതിന്മയിൽ നിന്നും എല്ലാ മനുഷ്യരെയും രക്ഷിച്ചു. നമ്മൾ സഭകൾ തമ്മിലുള്ള ബന്ധം, നമ്മുടെ ഇടവകയിലെ അച്ഛനും നമ്മളും കൂടെയുള്ള ബന്ധം, നമ്മുടെ അയൽവാസിയും നാമും കൂടെയുള്ള ബന്ധം, അത് സൗഖ്യമാക്കാൻ സാധിക്കുന്നതാണോ? അതൊന്ന് അനുരഞ്ജനത്തിലേക്ക് നയിക്കാമോ? ഇന്ന് ലോകത്തിൽ മറ്റുള്ളവരോട് യോജിക്കാമോ? ഞാൻ എപ്പോഴും പലരോടും പറയും, ഇന്ന് വൈകിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ വലത്ത് കൈ എടുത്ത് ഇടത്തെ ചങ്കയിലോട്ട് വെക്കണം. എന്നിട്ട് പറയണം, ദൈവമേ, എനിക്കാരോടും ഒരു വിരോധവും, എല്ലാവരെയും നീ സ്നേഹിച്ചിരിക്കുന്നത് പോലെ ഞാൻ സ്നേഹിച്ചിരിക്കുക എന്ന് പറഞ്ഞു നോക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ചങ്കയിലിരുന്ന കൈ എവിടെ ഇരിക്കും? ഇലക്ട്രിക് ഷോക്ക് വരുമ്പം നമ്മുടെ കൈ തെറിക്കുന്ന പോലെ എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു നുണ ഈ അടുത്ത കാലത്ത് ആരും പറഞ്ഞിട്ടില്ല. അത് മെത്രാനായാലും അച്ഛനായാലും ആരായാലും ഈ സുഖക്കേട് പരിഹരിക്കപ്പെടാതെ ഒരു സാമൂഹിക ദോഷവും പരിഹരിക്കും. നിങ്ങളുടെ ഭർത്താവ് നല്ല മനുഷ്യനാണോ അല്ലയോ? ഉത്തരം പറയണ്ട, കളയാക്കാൻ നല്ലതാണ്. എൻ്റെ ഒരു വിശ്വാസം, നിങ്ങളിൽ ചിലരുടെ കൂടെ താമസിച്ചത് കൊണ്ടാണ് അയാളിങ്ങനെ ആയത്. അയാൾ വേറൊരു സ്ത്രീ ആയിരുന്നു കെട്ടിയിരുന്നെങ്കിൽ അവരും അങ്ങനെ രക്ഷപ്പെട്ടു പോയി. നിങ്ങൾ ഏതെങ്കിലും മദ്യവിരുദ്ധ യോഗം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുള്ളിടത്തോളം കാലം മദ്യവിരുദ്ധമൊന്നും ജയിക്കാൻ പോകുന്നില്ല. അന്യനെ പറ്റി ദോഷം മാത്രം പറയുകയും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ പ്രവൃത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നീ ഉള്ളിടത്തോളം കാലം കള്ളു കുടിക്കാതെ എങ്ങനെ ജീവിക്കും? ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു രോഗിയായി വലിയൊരു ആശുപത്രിയിൽ പോയി. എന്നെ അവർ ചികിത്സിച്ചു. 5 ലക്ഷം രൂപ ചാർജ് ചെയ്തു. എവിടുന്ന് കൊടുക്കും? എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് തന്നെ നമ്മുടെ മെത്രാപ്പോലീത്തായിക്ക് ഒരു സൗകര്യം. അദ്ദേഹം ആശുപത്രിയിൽ കിടന്നു. അദ്ദേഹം ആ ആശുപത്രിയുടെ ഈ പണം സ്വീകരിക്കുന്ന ആളിനോട് പറഞ്ഞു, ക്രിസോസ്റ്റൻ തിരുമേനിയുടെ ആശുപത്രിയുടെ ബില്ല് ഞങ്ങളുടെ സഭ ആഫീസിലേക്ക് അയച്ചേക്കും. ഞാൻ അതെല്ലാം കഴിഞ്ഞ് ബില്ല് വയ്ക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, തിരുമേനിയുടെ മെത്രാപ്പോലീത്തായുടെ നിർദ്ദേശമുണ്ട്, പണം ആഫീസിൽ അയക്കണം ബില്ല്. തിരുമേനി അതുപോലുള്ള കൺസിഡറേഷൻ, അതുപോലുള്ള അധികാരവും
അതുപോലുള്ള സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ തിരുവല്ലയിൽ മണ്ണിൻ്റെ അടിയിലായിരുന്നു. സാമൂഹ്യ ദോഷങ്ങളിൽ യേശുക്രിസ്തു മനുഷ്യനെ സ്നേഹിച്ചതുപോലെ മനുഷ്യൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും യേശുക്രിസ്തുവിൽ കൂടെ മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യും. എനിക്ക് ഈ വലിയ സാമൂഹ്യ ശാസ്ത്രവും മറ്റ് ശാരീരിക ശാസ്ത്രവും ഒന്നും പഠിച്ചിട്ടില്ല. സ്വല്പമൊക്കെ അറിയാം, പഠിക്കാതെ പഠിക്കുക. സ്വർഗസ്ഥനായ പിതാവ് സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയതുപോലെ ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യൻ്റെ രക്ഷയ്ക്കും സന്തോഷത്തിനും സമാധാനത്തിനുമായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ പരമേൽപ്പിക്കുകയും ആ ദൈവം ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ നിമിഷം ഈ വലിയ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇത് പരിഹരിക്കപ്പെട്ടൊരു ആണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പരിഹരിക്കപ്പെടാത്ത യാതൊരു പ്രശ്നവും ഇല്ല. ഏക പ്രശ്നം നാം നമ്മെ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളത്. അതിന് ദൈവം നമുക്ക് സഹായിക്കട്ടെ, നമ്മെ ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു.